അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു നമുക്ക് വിളിച്ചോടാം, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി സമ്മതിച്ചു നമുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, രണ്ടുപേരും കൂടി പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞു. ഓക്കെ അതുവരെ ഓക്കെയാണ്. ഈ ഡേറ്റ് പ്ലാൻ ചെയ്ത ദിവസം ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇത് നടക്കുന്നത് തോന്നണില്ല, എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി കുഴപ്പമില്ല, പിന്നെ ദിവസം നോക്കാം. അങ്ങനെ വേറൊരു ദിവസം ഇവിടെ എന്നെ പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു. അന്നത്തെ ദിവസം ഞാനൊക്കെ റെഡിയായി എല്ലാം സെറ്റാക്കി വെച്ചു. അന്നും ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്തൊരു ഡേറ്റ് ഇവിടെ പറഞ്ഞു. എല്ലാ ഡേറ്റും പറയുന്നത് ഇവിടെ തന്നെയാണ്. അന്ന് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ എനിക്ക് തീരെ വയ്യ, എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ കുഴഞ്ഞു വീഴും, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഗ്ലൂക്കോസ് ഇട്ട് തരണ ആ ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ അയ്യോ പാവം വയ്യാണ്ടിരിക്കല്ല, ഇനി കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ടെൻഷനായിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഇവള് ഭയങ്കര കരച്ചിൽ പിടിച്ചിൽ വന്നിട്ട് ഇവളെ എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞു എടാ എനിക്ക് ക്യാൻസറാണ്, ഞാൻ അധികകാലം ഇനി ജീവിക്കില്ല. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനിപ്പോൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ വീട്ടുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലൊക്കെ ഭയങ്കര മോശമാണ്, അവിടെ നിന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈ ആണ്. അപ്പോഴും നമ്മുടെ വീട്ടുകാർ ഫിനാൻഷ്യലി ഓക്കെ അല്ലെങ്കിലും അവർ പറഞ്ഞു നീ കൊണ്ടുപോകാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞു എടാ നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം പോവും, വെറുതെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണേ, ഞാൻ ഇയാളെ കെട്ടാം, അങ്ങനെ ഇയാളുടെ ജീവിതം പോട്ടെ, ഞാൻ ഇയാളുടെ അടുത്ത് കരഞ്ഞ് പറഞ്ഞതാണ്, എനിക്കിത് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ് എന്നൊക്കെ അവൾ പറഞ്ഞു. എൻ്റെ അടുത്ത് ഒരു കഥ അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ തീരുമാനത്തിലെത്തി. ഞാൻ പറയുന്ന ഓക്കെ നീ ആളെ കല്യാണം കഴിച്ചോ. അവൾ എന്നെ പറഞ്ഞു ശരി. എന്നിട്ട് കല്യാണം കഴിച്ച് അയാളെ വെറുപ്പിച്ച്, ആളെ വീട്ടുകാരൊക്കെ വെറുപ്പിച്ച് ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇറങ്ങി വരും, നീ എന്നെ അപ്പോൾ സ്വീകരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല, ഇപ്പം നിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി നീ കെട്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവള് കല്യാണത്തിന് തൊട്ട് മുന്നേ ഇവൾ എൻ്റെ അടുത്തൊരു ഡയലോഗ് പഠിച്ചു എടാ ഫസ്റ്റ് നൈറ്റിൽ അയാൾ എന്നെ എന്തെങ്കിലും ചെയ്യുമോ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ വരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ടവരെ എച്ചിലും നീത്തിനുണ്ടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൻ്റെ സമ്മതമില്ലാതെ അയാൾ എന്ത് ചെയ്യാനാണ്, അതും അറേഞ്ച്ഡ് മാരേജ് ആണ്, നിൻ്റെ സമ്മതമില്ലാതെ എങ്ങനെയാണ് അയാൾ നിന്നെ തൊടുക എന്നൊക്കെ ഞാൻ ചോദിച്ചു. അല്ല എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെ ഇവള് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. പിറ്റേ ദിവസം ഇവള് എനിക്കൊരു മെസ്സേജ് അയച്ചു എടാ ഫസ്റ്റ് നൈറ്റിലെല്ലാം കഴിഞ്ഞു, ഇനി നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഞാൻ കുറേ ശ്രമിച്ചതാണ്, എനിക്ക് അയാൾ എന്നെ ഫോഴ്സിലി ചെയ്തു, ഇനി നീ എന്നെ വെയിറ്റ് ചെയ്യണ്ട, സോറി എന്നൊരു വാക്കും പറഞ്ഞ് ഇവള് മൊത്തം ബ്ലോക്ക് ചെയ്ത് ഒരു ബുക്ക് പോയി. ഇതിൽ നിന്ന് എന്താണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിച്ചോളൂ. ബാക്കി ഇനി ഞാൻ പറയണില്ല, നിങ്ങൾ തന്നെ പറ.